എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് 2026 തുടങ്ങുന്ന ദിവസമാണ്, ജനുവരി 1-ാം തീയതി. ഞാനുള്ളത് വയനാട്ടിലാണ്. വയനാട്ടിൽ ഞാനൊരു പ്രോഗ്രാമിന് വന്നായിരുന്നു. അപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞു, വിനോദേട്ടാ, ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ കിടപ്പാടം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് സർക്കാർ ഒരുക്കുന്ന ഒരു ഭൂമിയുണ്ട് ഇവിടെ, ഒരുപാട് വീടുകൾ ഒരുമിച്ച്. ആ സ്ഥലം നിങ്ങളൊന്ന് സന്ദർശിക്കണമെന്ന് പറഞ്ഞു. കൽപ്പറ്റയിൽ നിന്ന് വളരെ അടുത്താണ്, ഒരു കിലോമീറ്റർ പോലും ഇല്ല അങ്ങോട്ട്. ഞാനിപ്പോൾ ഇവിടെ വന്നു, ഈ സ്ഥലം മുഴുവൻ കണ്ടു. ഇവിടെ പണി പൂർത്തിയായ ഒരു വീടും കണ്ടു. ഈ വീട് നിങ്ങളൊന്ന് കാണണം കേട്ടോ, ഞാൻ കാണിച്ചു തരാം വീട്. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് കുറച്ച് ആളുകളെ പരിചയപ്പെടുത്താനുണ്ട്. കാരണം 400ഓളം വീടുകളാണ് ഇവിടെ നിർമ്മിക്കുന്നത്. വളരെ മനോഹരമായൊരു സ്ഥലമാണ്. ഇവിടെ ശരിക്കും പണ്ടൊരു തേയിലത്തോട്ടമായിരുന്നു എന്ന് ആണ് പറയുന്നത്. അതൊക്കെ മാറ്റിയിട്ടാണ് ഇപ്പോൾ ആളുകൾക്ക് താമസിക്കാനുള്ള ഒരു പൂങ്കാവനമാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ വീട്, പണി പൂർത്തിയായ ഒരു വീട്, ഒരു മോഡൽ വീട് ഇവിടെ ഉണ്ട്. വീട് കണ്ടപ്പോൾ ശരിക്കും ഒരുപാട് സന്തോഷം തോന്നി. ഞാനിപ്പോൾ തന്നെ ആ വീട് നഷ്ടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട ഒരു കുടുംബമുണ്ട്. അവരെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് സ്വപ്ന തുല്യമായ ഒരു വീടാണെന്ന് ഞാൻ പറയുകയുണ്ടായി. ഇവിടെ മുനിസിപ്പൽ ചെയർമാൻ വിശ്വേട്ടൻ കൂടെയുണ്ട്, പിന്നെ സൗമ്യ വൈസ് ചെയർമാൻ, പിന്നെ കുമാരേട്ടൻ ഊരാളുങ്കലിൻ്റെ പ്രതിനിധിയാണ്, പിന്നെ എൻ്റെ സുഹൃത്ത് സലീം, ഇവിടുത്തെ പാർട്ടിയുടെ പ്രതിനിധി, എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് നമ്മുടെ വിശ്വേട്ടൻ ഒന്ന് സംസാരിക്കും. വിശ്വേട്ടൻ പറയും. ഇവിടെ 400ഓളം വീടുകൾ ചെയ്തിട്ടുണ്ട്. 200 വീടിൻ്റെ വാർപ്പ് കഴിഞ്ഞു. 5 സോണുകളിലായിട്ടാണ് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ റോഡുകൾ, മെയിൻ റോഡ് തന്നെ 12 മീറ്റർ വീതിയിലാണ് ഇതിനുള്ളിലേക്കുള്ള റോഡ്. അതുപോലെ തന്നെ ലിങ്ക് റോഡുകൾ 5 മീറ്റർ വീതിയിലുള്ള ലിങ്ക് റോഡുകൾ വരുന്നുണ്ട്. ഓരോ വീടിനും ചുറ്റുമതിലടക്കമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ വീടിൻ്റെ ചുറ്റിലും റോഡുകൾ വരുന്നുണ്ട്, വളരെയേറെ പ്രത്യേകം. അതേപോലെ തന്നെ കുടിവെള്ളം എല്ലാ വീട്ടിലേക്കും കുടിവെള്ളം. അപ്പോൾ അത് ടാങ്ക് എങ്ങനെയാണ്? ടാങ്ക് ഇവിടുന്ന് കുറച്ച് മുകളിലാണ്. 9 ലിറ്റർ വെള്ളം, 9 ലിറ്റർ അല്ല, 9 ലക്ഷം ലിറ്റർ. 9 ലക്ഷം ലിറ്റർ. 9 ലക്ഷം. അത് ഓട്ടോമാറ്റിക്കായിട്ട് കാരാപ്പുഴയിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ടാങ്കിലേക്ക് വന്ന് ചേരും. അത്രയ്ക്ക് ടെക്നിക്കോട് കൂടിയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ സമയം കിട്ടി ഒന്ന് ചെന്ന് പോയി കാണാം. അത്രയ്ക്കും വിഷയുടെ പണി ഏകദേശം, ഈ വീടുകളുടെ പണി ഏകദേശം എപ്പോൾ കഴിയാൻ സാധിക്കും എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് ഇപ്പോൾ ഒരു ഫെബ്രുവരി മാസത്തോടു കൂടി ഒരു ആദ്യഘട്ടം ഉദ്ഘാടനം നടക്കാൻ 200 വീടുകൾ ഉണ്ട്. ഓക്കെ. അപ്പം ഞാനിവിടെ കണ്ടൊരു കാഴ്ച, എന്നോട് കുമാരേട്ടൻ പറഞ്ഞത് ഓരോ വീടും 1000 സ്ക്വയർ ഫീറ്റിലാണ്.